ഇന്ന് നമ്മൾ ഗ്നൂ/ലിനക്സിലെ GIMP എന്ന ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു ഫയൽ തുറക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ഫയൽ ഓപ്പൺ എന്ന് കൺട്രോൾ അമർത്താം. ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന സെർച്ച്, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ്, നമ്മൾ അവസാനം ഉപയോഗിച്ച ഇമേജുകൾ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗസ് ചെയ്ത് ഇവിടെ നമുക്ക് ഇമേജ് കൊണ്ടുവരാം. നമ്മൾ ഒരു ഇമേജ് എടുത്ത് ഇവിടെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓൾ ഇമേജസ്, എല്ലാത്തരം ഇമേജസും നമുക്കിവിടെ കൊണ്ടുവരാം. തൽക്കാലം ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ വേറെ മാറ്റം നമ്മൾ ചെയ്യണം. ഫയല് ഓപ്പൺ. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റുകൾ തുറക്കാൻ കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി നമുക്ക് വേണ്ട ഇമേജ് എത്രയും സെലക്ട് ചെയ്യാം. പല പല ഡോക്യുമെന്റുകളാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശേഷം എൻ്റർ അടിക്കാം. അപ്പോൾ ഇതിൻ്റെ പിറകുവശത്ത് കുറേ ഡോക്യുമെന്റുകൾ വന്നായി കാണാം. ഇനി നമുക്ക് ഇത് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഫയലിൽ ക്ലോസ് ഓൾ. അപ്പോൾ എല്ലാ ഡോക്യുമെന്റുകളും പോയതായി നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ ഓപ്പൺ ആസ് ലേയേഴ്സ് എന്ന ഈ ഓപ്ഷനെ പരിചയപ്പെടാം. ഇതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+Alt+O എന്നാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് ആദ്യത്തെ ഇമേജാണ്. ശേഷം നമ്മൾ കുറച്ച് ഇമേജുകളെ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന് പറഞ്ഞു. ശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ലെയർ ആയിട്ടാണ്. ലെയറിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ ചെയ്യാനാണ് ഓപ്പൺ ആസ് ലെയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ മൂവ് ടൂളിൻ്റെ സഹായത്തോടെ ഇമേജുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ലെയറുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ ഏറ്റവും അടിയിലുള്ള ഇമേജ് നമുക്കിവിടെ നോക്കാം. ഇതാണ് നമ്മളെ ആദ്യം കണ്ട ഇമേജ്. നിങ്ങൾക്ക് മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, JPG, PNG, ഫോട്ടോഷോപ്പിൻ്റെ PSD തുടങ്ങിയുള്ള ഫയലുകളെല്ലാം നമുക്കിവിടെ ഓപ്പൺ ചെയ്യുന്നതാണ്. പ്രത്യേകം തരംതിരിക്കാൻ നമുക്കിവിടെ അതിനുള്ള ടൂൾ ബോക്സും നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഓൾ ഇമേജസ് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇമേജിൻ്റെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് മറ്റൊരു രീതിയിലൂടെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ക്ലോസ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. ഡിസ്കാർഡ് ചേഞ്ചസ്. ശേഷം നമുക്ക് ഈ ഡോക്യുമെന്റ് ഒന്ന് താഴ്ത്തി വെക്കാം.
ഇനി നമുക്ക് വേണ്ട ഇമേജിൻ്റെ ബ്രൗസ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ GIMP പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് അത് ഉപകാരപ്പെടും. ഇവിടെ ഇമേജ് ഓപ്പൺ വിത്ത് GIMP എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്കത് ഇവിടെ ഓപ്പൺ എന്ന് കാണാം. ഇവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജുകൾ സെലക്ട് ചെയ്ത് GIMPലോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഓരോരോ ഡോക്യുമെൻ്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. ഇവിടെ ഒരു ഇമേജിനുള്ളിൽ മറ്റൊരു ഇമേജിനെ മൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് ഓപ്പൺ ആസ് ലെയർ എന്ന രീതിയിലായിരിക്കും വരിക. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.